പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തില്, ഈ ദിവസത്തില് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ വലിയ മാധ്യസ്ഥവും അമ്മയുടെ സാന്നിധ്യവും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ഈ ദിവസങ്ങളില് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. മാതാവേ, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ശക്തമായ ഇടപെടൽ, അമ്മയിലൂടെ സംഭവിക്കുന്ന അത്ഭുതങ്ങള് ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ ഉദ്ധരിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി കർത്താവെ, അങ്ങയുടെ മക്കളെ, കുടുംബങ്ങളെ, ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മ മാതാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വിളിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അമ്മയെ ഈശോ നമുക്ക് നൽകി നമ്മുടെ കൂടെ ആയിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ അമ്മയെ ഈശോ നമുക്ക് നൽകി. ഈ അമ്മയെ വിളിച്ച് കൂടെ നിർത്തിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളിന്ന് കാണുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 1-ാം അധ്യായത്തിന്റെ 39 മുതൽ ഉള്ള തിരുവചനം. അവിടെ എലിസബത്തിന്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരികയും 3 മാസക്കാലം അവരോട് കൂടെ താമസിച്ച് അവൾക്ക് വേണ്ട പരിചരണം അമ്മ നൽകി. ഈ അമ്മയെ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്കും വിളിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ദിവസങ്ങളൊക്കെ അനേക മക്കള് കുടുംബത്തിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, അസ്വസ്ഥതകള് ഇന്നത് ഏറി വരികയാണ്. അതുകൊണ്ട് ഈ അമ്മ മാതാവിന്റെ സാന്നിധ്യം നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ മക്കൾ. നമുക്കറിയാം, വാർദ്ധക്യത്തില് ഗർഭം ധരിച്ച എലിസബത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഊമനായിരിക്കുന്ന സക്രിയ, ആ അവസ്ഥയില് ഉദരത്തിലായിരിക്കുന്ന സ്നാപക യോഹന്നാൻ, അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ കുടുംബമായിരിക്കുന്നത്. സത്യം പറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങളും സങ്കടങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നിറയപ്പെട്ട ഒരു സമയം. ആ സമയത്ത് പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലേക്ക് കയറി വരികയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാറി. ആ ഉദരത്തിൽ കിടക്കുന്ന യോഹന്നാൻ എന്ന് പറയുന്ന ആ ശിശു കുതിച്ചു ചാടി. സക്രിയായും അതിലൂടെ അഭിഷേകം പ്രാപിച്ചു. ആ കുടുംബത്തില് വലിയ ദൈവിക സാന്നിധ്യം, പരിശുദ്ധ അഭിഷേകം, വലിയ സന്തോഷം. അത് മാത്രമല്ല, അമ്മ അവരുടെ കൂടെ 3 മാസം താമസിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ മാതാവിന്റെ വലിയൊരു നമ്മുടെ ദിവസങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട അമ്മേനെ കൂടെ നിർത്തിക്കൊണ്ട് അമ്മയുടെ സാന്നിധ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതൊക്കെ ശരിക്കും ധ്യാനിച്ച് അമ്മയെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. കൃപ നിറഞ്ഞ. ഇനി അവിടെ നമുക്കറിയാം, മാതാവ് കടന്നു വരുമ്പോ മാതാവിനുള്ളില് വചനമാകുന്ന ഈശോ മാംസം ധരിച്ചിട്ടുണ്ട്. അപ്പൊ മാതാവ് വരുമ്പോ മാതാവിന്റെ കൂടെ ആരും വരും? ഈശോയും വരും. എന്റെ മക്കളെ, ഈ ഒരു സാന്നിധ്യം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ വേദനകള്, പ്രശ്നങ്ങള്, സങ്കടങ്ങള്, രോഗങ്ങള്, ഒത്തിരി സമാധാനമില്ലാത്ത അവസ്ഥകള്, കട്ടപ്പാട്, ആകപ്പാട് പ്രശ്നം, ഈ അവസ്ഥകളിലൊക്കെ ഈ സക്രിയയുടെ വീട്ടിലേക്ക്, എലിസബത്തിന്റെ വീട്ടിലേക്ക് അമ്മ കടന്നു വന്നതുപോലെ എന്റെ കുടുംബത്തിലേക്കും എന്റെ മക്കളിലേക്കും കടന്നു വരണം. അങ്ങനെ കടന്നു വരുമ്പോ നമ്മുടെ കുടുംബത്തില് കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യത്തിലും കൂടെ വസിക്കുന്ന ഈശോയുടെ നിറസാന്നിധ്യത്തിലും വലിയ അത്ഭുതങ്ങള്, വലിയ മാറ്റങ്ങള്, പരിശുദ്ധാത്മാവ് നിറയപ്പെടും.
നമ്മുടെ സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, സന്തോഷം, ഇതെല്ലാം നിറയപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകമായ വിധത്തില് ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവേ, ഈ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വന്നതുപോലെ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ മക്കളിലേക്ക്, എന്റെ പ്രിയപ്പെട്ടവരിലേക്ക്, ഞാൻ വസിക്കുന്ന വീട്ടിലേക്ക് അമ്മ കടന്നു വരണം. നമ്മുടെ നിയോഗങ്ങള്, നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ ആവശ്യങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്നും പ്രിയപ്പെട്ട മക്കളെ ജപമാല ചൊല്ലി, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മള് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി അമ്മ കടന്നു വരണം. അമ്മ ഇടപെടണം. അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഈശോയാ നിറയപ്പെടണം. ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി, വലിയ സന്തോഷവും വലിയ സമാധാനവും നിറയപ്പെടാൻ വേണ്ടി അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എല്ലാ വേദനകള്, സങ്കടം, ഇന്ന് മക്കൾ ഒത്തിരി സങ്കടങ്ങൾ കേട്ട് സങ്കടം വരും. ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് അനേകം മക്കളുടെ സങ്കടങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വാട്സപ്പിലൂടെ ഫോണൊക്കെ വിളിച്ച് അനേകം മക്കളെ സംസാരിക്കുമ്പോ, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ അമ്മേനെ വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക്, ഞങ്ങളുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക്, നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ ജോലി, പഠനം, എല്ലാ പ്രശ്നങ്ങളിലേക്ക്, ഈ അവസ്ഥകളിലേക്കൊക്കെ അമ്മ മാതാവേ കടന്നു വരണം എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാല സന്നിധിയില് ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളില് ഇതുപോലെ നിറയട്ടെ. പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് സന്തോഷത്താൽ കുതിച്ച് ചാടുന്ന വലിയ അഭിഷേകം നമ്മുടെ മക്കളിൽ സംഭവിക്കട്ടെ. അതിനുവേണ്ടി അമ്മ മാതാവെ കടന്നു വരണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, അമ്മയെ ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ കൂടെ വസിക്കാനാണ്, നമ്മുടെ കുടുംബത്തിൽ വസിക്കാനാണ്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കാനാണ്. അമ്മേനെ വിളിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അമ്മയുടെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി കേട്ടിട്ടില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മ വരണം, അമ്മ വരും. മക്കളെ ഈശോയുടെ സന്നിധിയില് ദിവ്യകാരുണ്യത്തിന്റെ വലിയ അഭിഷേകത്തില് അമ്മയെ വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വരട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ വേണ്ടി അങ്ങ് എപ്പോഴും ആഗ്രഹിക്കുന്നുവല്ലോ. അതോടൊപ്പം തന്നെ അമ്മ മാതാവിന്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ആ പ്രത്യേക സാഹചര്യത്തില് അമ്മയോടൊപ്പം ഈശോയെ അങ്ങ് കടന്നു ചെന്നതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ അവസ്ഥകളിലേക്കും അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരിക്കുന്നത്. ഈശോയെ, ഞങ്ങൾ അങ്ങേക്കറിയാം. ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വേദനയോടെ, ഒത്തിരി കണ്ണുനീരോടെ തകർന്ന കുടുംബത്തില്, വേദനിക്കുന്ന കുടുംബത്തില്, സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷത്തില്, അകപ്പാട് രോഗത്തില്, അസ്വസ്ഥതയില്, ഏകാന്തതയില്, സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തില്, ഭയത്തില്, ഡിപ്രഷനിലൊക്കെ ആയിരിക്കുന്ന ഒത്തിരിയേറെ മക്കള് സാമ്പത്തികമായി തകർന്നു, കടബാധ്യതകള്, ഒത്തിരിയേറെ തകർച്ചകള്. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങള്, നമ്മുടെ അവസ്ഥകള്, നമ്മുടെ രോഗപീഠകള്, മുന്നോട്ട് പോകാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള നമ്മുടെ കുടുംബ പ്രശ്നങ്ങള് എല്ലാം കർത്താവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കും. അമ്മ മാതാവിന് മുമ്പിലേക്ക് സമർപ്പിക്കും. അമ്മയും ഈശോയും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, അമ്മ മാതാവേ, ഈശോയുമായിട്ട് സക്രിയയുടെ വീട്ടിലേക്ക് അമ്മ കടന്നു ചെന്നതുപോലെ ഇന്ന് ആ വചനഭാഗം അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വരണം. ഈശോയും മാതാവും ഒരുമിച്ച് കടന്നു വരണം.
ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് ഇടപെടണം. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആ ശിശുവിനെ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന വലിയ അനുഭവം ഉണ്ടാക്കത്തക്ക വിധത്തില് മാതാവേ, അമ്മയുടെ സാന്നിധ്യം, ഈശോയുടെ നിറവിനാൽ, പരിശുദ്ധാത്മ നിറവിനാൽ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഇന്ന് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സന്തോഷമില്ലാത്ത മക്കള്, ഒത്തിരി വേദനിക്കുന്ന മക്കള്, പരാജയത്തിൽ കഴിയുന്ന മക്കള്, ജോലി കിട്ടാതെ വേദനിക്കുന്ന മക്കള്, ഒന്നിലും സന്തോഷമില്ലാത്ത മക്കള്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്. അതുകൊണ്ട് തന്നെ ആ മക്കള് അതിന്റെ പിന്നാലെ, ലഹരിയുടെ പിന്നാലെ, കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോയ മക്കള്, നിരാശപ്പെട്ടു പോയ മക്കള്, പ്രാർത്ഥന മുടക്കിയ മക്കള്, മാതാവേ, ഞങ്ങൾക്ക് അമ്മയല്ലാതെ വേറെ ആരുമില്ല. ഈശോയെ, അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കൾ രക്ഷിക്കാനാകില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ അവസ്ഥകളിലേക്ക് അങ്ങ് വന്നാൽ മതി. അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ, കൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, അതിലൂടെ സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ദൈവിക ഇടപെടല് ഉണ്ടാകട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കും. ഹൃദയം നുറുങ്ങിയ വേദനയോടെ, സങ്കടത്തോടെ ഈശോയെ, ഈ മക്കളെല്ലാവരെയും തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരുടെ വേദനകളില്ലാത്ത ജീവിതങ്ങളില്ല, കട്ടപ്പാടില്ലാത്ത ജീവിതങ്ങളില്ല, ദുരിതങ്ങളില്ലാത്ത അവസ്ഥകളിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് ഞങ്ങൾക്ക് പലപ്പോഴും. ഈശോ എന്നാൽ അങ്ങയുടെ സാന്നിധ്യം, മാതാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളില്, ഞങ്ങളുടെ മക്കളില് നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താല്, സന്തോഷത്താൽ കുതിച്ചു ചാടുന്ന വലിയ അഭിഷേകം കർത്താവേ ഞങ്ങളുടെ മക്കളുണ്ടാകട്ടെ, കുടുംബത്തിലുണ്ടാകട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അങ്ങനെ യഥാർത്ഥമായ സന്തോഷത്തിലായിരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ഈ ശബ്ദമായിട്ട് മാതാവിന്റെ വലിയ മാധ്യസ്ഥ സാന്നിധ്യവും ഈശോയുടെ നിറ സാന്നിധ്യവും നമ്മുടെ കുടുംബത്തിലെ മക്കളില്, ഈ കുടുംബത്തില് സക്രിയയുടെ വീട്ടില് സംഭവിച്ച പോലെ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദിവ്യകാരീശോയെ നോക്കി മാതാവിന്റെ സാന്നിധ്യം കണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. മാതാവിന്റെ ഈശോയുടെ സാന്നിധ്യം നിറയപ്പെടാൻ വേണ്ടി നമ്മുടെ കുടുംബത്തെ, വീടിനെ, മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആശീർവാദത്തിലൂടെ അഭിഷേകം പ്രാപിക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളെ രണ്ടാം ശനിയാഴ്ചയാണ്. രാവിലെ 9:30 മുതൽ 2 മണി വരെ നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തില് ഏകദിന വചന ശുശ്രൂഷയും ആരാധനയും വിടുതൽ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. സാധിക്കുന്ന എല്ലാവരും നേരിട്ട് ഒന്ന് പങ്കെടുക്കാൻ പറ്റാത്ത മക്കൾക്ക് ലൈവായിട്ടുണ്ടായിരിക്കും. വലിയ പ്രാർത്ഥനയോടെ ദിവസങ്ങളൊക്കെ എല്ലാ ശുശ്രൂഷകളും നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. പ്രത്യേകിച്ചും വെഞ്ചിരിപ്പുകൾ, വെള്ളം വെഞ്ചിരിച്ച്, ഉപ്പ് വെഞ്ചിരിച്ച് ശക്തമായ കൃപയുടെ വസ്തുക്കളാക്കി മാറ്റി
നമ്മുടെ കുടുംബങ്ങളെ മക്കളെയൊക്കെ കൃപയിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഒത്തിരിയേറെ ശുശ്രൂഷകൾ ഈ 2ാം ശനിയാഴ്ച ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അച്ഛനിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതങ്ങൾ ദൈവിക സാന്നിധ്യത്താല്, മാതാവിന്റെ സാന്നിധ്യത്താല് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായിട്ട് ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ, കർമ്മ ധ്യാന കേന്ദ്രത്തെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിത മേഖലകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ.